നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അന്യ സംസ്ഥാനക്കാരെന്നൊക്കെ പറഞ്ഞ ഈശ്വര, എന്റെ കുട്ടിക്ക് എന്തെങ്കിലും ആപത്ത്. എന്നിട്ട് പോലീസ് വിവരം അറിയിച്ചോ? അത് അപ്പൊ തന്നെ സ്കൂളുകാരെ അറിയിച്ചിട്ടുണ്ട് സത്യാമ്മേ. എന്നിട്ട് അവരന്വേഷിക്കുന്നുണ്ടാവും. അന്വേഷിച്ചിട്ടുണ്ടാവുന്നോ? അപ്പൊ ഇയാള് പോയില്ലേ പോലീസ് സ്റ്റേഷനിലേക്ക്? അല്ല, ഒരു പരാതി കിട്ടിയാ അത് അന്വേഷിക്കാണല്ലോ പോലീസിന്റെ ജോലി. അതിനിടയിൽ നമ്മളും കൂടെ ചെന്ന് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. ഈയോട് മോണ്ടം പിള്ളേ, താൻ പ്രായത്തിൽ എന്നേക്കാൾ മുതിർന്ന ആളായതുകൊണ്ടേ ഞാൻ മുഖത്ത് ആട്ടുന്നില്ല. ഈയുടെ ഒരു പരാതിക്ക് പിന്നാലെ നമ്മൾ ചെന്നില്ല എന്നുണ്ടെങ്കിലേ പോലീസിന് ആ കേസ് അന്വേഷിക്കാൻ എന്തെങ്കിലും ചൂടുണ്ടാവൂടോ? പോലീസിന് അവരുടെ 1000 പരാതികളിൽ ഒരെണ്ണം. അല്ല, ഏത് സ്റ്റേഷനിലാ സ്കൂളുകാർ പരാതി കൊടുത്തേക്കുന്നേ? അത് സ്റ്റേഷൻ പരിധിയിലുള്ള സ്കൂളിലായിരിക്കും സാറേ. എന്ത് പാടോ? അല്ല, സ്കൂളിന്റെ പരിസരത്തുള്ള സ്റ്റേഷനില്. എന്തുകൂടെ ഇയാളി പറയുന്നൊക്കെ? എന്റെ പൊന്ന് സാറേ, എനിക്കൊന്നും അറിയില്ല. പപ്പി മോളെ കാണാനില്ലെന്നും അന്യ സംസാരക്കാരെന്നൊക്കെ പറഞ്ഞപ്പോ എന്റെ കയ്യും കാലും ഒക്കെ വിറച്ചു. അത് അറിഞ്ഞപ്പോ ഓടി ഒന്ന് പറയാൻ വരികയായിരുന്നു ഞാൻ. അയാളെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഭാമേ. ഇയാളെ പറഞ്ഞോട്ട് നിന്നെ പറഞ്ഞാൽ മതിയല്ലോ. രാഘവേട്ട, വിഷ്ണുവിന് കാല് വയ്യ. രോഹിത് ശ്യാമയുടെ അടുത്തിരിക്കുന്നു. ഇയാള് കാര്യവിവരത്തോടെ എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചല്ലേ ഇയാളെ പറഞ്ഞു വിട്ടത്? നല്ല ആളാ. കാര്യവിവരത്തോടെ ചെയ്യുമല്ല. ഒരു കുട്ടിയെ കാണാനില്ലെന്ന് വെച്ചാ സ്കൂളുകാർ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുമോ? സ്കൂളിൽ വന്നിട്ട് ക്ലാസ് കെട്ടിയത് മുങ്ങുന്ന ബിരുദന്മാരും വിദ്യാർത്ഥികളും ഉണ്ട്. സ്കൂൾ സമയം കഴിയുമ്പോ ഒന്നും അറിയാത്തതുപോലെ വീട്ടിൽ തിരിച്ചെത്തുകയും ചെയ്യും. അത്തരം ഒരു കേസായിട്ട് പോലീസുകാർ പോലും കരുതും. സ്കൂളുകാരുടെ ബാധ്യതയാണെങ്കിലേ കുട്ടികളുടെ രക്ഷകർത്താക്കളെ അറിയിക്കുന്നതോടെ കഴിഞ്ഞു. ഇയാൾ ചെന്നപ്പോഴേ അവർ ചിലപ്പോ സീരിയസ് ആയി കാണും. എന്നാലും പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോള്, അതിനെപ്പോഴൊന്നും പ്രതീക്ഷിക്കണ്ട. എടോ, ഇയാൾ ചെന്നിട്ടല്ലേ സ്കൂളുകാർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചത്? അതെ സാറേ. ആ ഭാമേ, ഇത് കൈവിട്ട കേസാണേ. അന്യ സംസ്ഥാനത്തു നിന്നുള്ള പ്രൊഫഷണൽ ടീമുകൾ ആരെങ്കിലും ആണെങ്കിൽ കുട്ടി ഇപ്പൊ സംസ്ഥാനം കടന്നു കാണും. അയ്യോ അയ്യോ, വിവരം അറിഞ്ഞപ്പോഴേ പിന്നാലെ പോണ്ടായിരുന്നു. രാഘവേട്ട, ഞാൻ വിഷ്ണുവിനെ രോഹിത്തിനെയും കൂട്ടിക്കൊണ്ട് ഇപ്പൊ ഇറങ്ങാം. നിങ്ങളെ കൊണ്ടൊന്നും കൂട്ടിയെ കൂടില്ല ഭാമേ. കാർഡുകളൊക്കെ അന്വേഷിക്കേണ്ട കേസായത്. പിന്നെ ഞാൻ എന്ത് വേണമെന്ന രാഘവേട്ടൻ പറയുന്നത്? ഞാൻ എന്റെ പപ്പിമോൾക്ക് വേണ്ടി എന്ത് ചെയ്യും? ഇതിപ്പോ ചോക്ക് മലരിക്കുന്ന ചോക്ക് അന്വേഷണം നടന്ന പോലെ ആയല്ലോ. ഭാമേ, ജില്ലാ കളക്ടർ ആകത്തിരിക്കുന്നേ. അവളുടെ ഒരൊറ്റ ഫോൺ കോൾ മതി പോലീസ് ഈ നാട് മുഴുവൻ അരിച്ചു പറക്കാൻ. അല്ല രാഘവേട്ട, അത് ഭാമേ, താൻ പോരുമ കാണിക്കാനുള്ള സമയമല്ലത്. പൊന്നി, നീ ശാലിനി നിങ്ങൾ വിളിക്കേ. ശാലിനി കുഞ്ഞു കുറച്ചു മുമ്പേ പുറത്തേക്ക് പോയല്ലോ സത്യാമ്മേ. എങ്ങോട്ട്? അതൊന്നും പറഞ്ഞില്ല. ഭാമേ, നീ ആ ഫോൺ എടുത്ത് ശാലിനി ഒന്ന് വിളിക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.